ഹായ് ഫ്രണ്ട്സ്, നെക്സ്റ്റെക്സ് അക്കാദമിയുടെ ടെക്നോ ടിപ്സ് ക്ലാസ് റൂമിലേക്ക് ഏവർക്കും സ്വാഗതം. ക്ലബ് ഹൗസിൽ ഓഡിയോ റെക്കോർഡ് ചെയ്യുന്നത് എങ്ങനെ? ക്ലബ് ഹൗസിലെ പേര് മാറ്റുന്നത് എങ്ങനെ? ക്ലബ് ഹൗസിലെ ഓഡിയോ മ്യൂട്ട് ചെയ്യുന്നത് എങ്ങനെ? നിങ്ങളുടെ സംശയങ്ങളല്ലേ ഇത് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നതാണ് നെക്സ്റ്റെക്സ് അക്കാദമി ഇന്ന് പഠിപ്പിച്ചു തരുന്നത്. ആദ്യമായി നമ്മൾ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ പോകുന്നു. അവിടെ ക്ലബ് റെക്കോർഡ് എന്ന് ടൈപ്പ് ചെയ്യുന്നു. ക്ലബ് റെക്കോർഡ് എന്ന ഒരു ആപ്പ് വഴിയാണ് നമ്മളിത് ചെയ്യുന്നത്. അവിടെ ഒരു ഹാൻഡ് ഐക്കൺ ഉള്ള ഒരു ആപ്പ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ അക്കൗണ്ട്, അതായത് നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ വഴി സാധാരണ പോലെ തന്നെ ഇവിടെയും ലോഗിൻ ചെയ്യാൻ പറ്റും. ഇവിടെ നമ്മളിപ്പോൾ ലോഗിൻ ചെയ്ത പൊസിഷനിലാണ് കാണുന്നത്. നോക്കുക, ഇപ്പോൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഫൈൽ പിക്ചറിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പേരിൽ ടച്ച് ചെയ്യാൻ പറ്റും. പേരിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ പ്ലീസ് നോട്ട് യു ക്യാൻ ചേഞ്ച് യുവർ നെയിം ഓൺലി വൺസ് എന്ന് കാണാൻ പറ്റും. ഐ അണ്ടർസ്റ്റാൻഡ് കൊടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഇത് പേര് ചേഞ്ച് ചെയ്യാം. ഞാനിപ്പോൾ തൽക്കാലം ചേഞ്ച് ചെയ്യുന്നില്ല, പക്ഷേ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് എന്ന് നിങ്ങളെ അറിയിക്കുകയാണ്. ഇനി നമ്മളെ പ്രൊഫൈൽ നമുക്ക് ഇവിടെ ഷെയർ ചെയ്യാൻ ഇവിടെ ഒരു ഷെയറിൻ്റെ സിമ്പലുണ്ട്, അതുപയോഗിച്ച് അത് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഇവിടെ നമുക്ക് ലിങ്ക് ചെയ്യാവുന്നതാണ്. അവിടെ നമ്മൾ ഇതുപോലെ ഇവിടെ ലിങ്ക് ചെയ്തിട്ടുണ്ട്. അത് അൺലിങ്ക് ചെയ്യാനും പറ്റും. ഇപ്പം ഞാൻ ലിങ്ക് ചെയ്തതുകൊണ്ടാണ് അൺലിങ്ക് എന്നുള്ള ഓപ്ഷൻ ചോദിക്കുന്നത്. ഇവിടെ ഇതുവഴിയാണ് നമ്മൾ ക്ലബ്ബ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ പുതിയതായിട്ടുള്ള ഫീച്ചറാണ് നമ്മൾ നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞു തരുന്നത്. ഇൻട്രസ്റ്റ്, ഷെയർ പ്രൊഫൈൽ, റെക്കോർഡിംഗ് പാരാമീറ്റർ. നമ്മൾ ഏത് മോഡിലാണ് നമുക്ക് ഓഡിയോ റെക്കോർഡ് ചെയ്യേണ്ടത്? അപ്പോൾ WAV ആവാം, AAC ഫോർമാറ്റിലാവാം. അതുപോലെ തന്നെ സാമ്പിൾ റേറ്റ് നമുക്ക് കൂട്ടിയും കുറച്ചും കൊടുക്കാം. അതുപോലെ ക്വാളിറ്റി, ഹൈ ക്വാളിറ്റിയിലുമാണെങ്കിൽ നമുക്ക് റെക്കോർഡ് ചെയ്യാം. ഞാനിപ്പോൾ മീഡിയം ക്വാളിറ്റിയിലാണ് റെക്കോർഡ് ചെയ്യുന്നത്, ഒരുപാട് MB ഫയൽ സൈസ് ആവണ്ട എന്ന് കരുതിയിട്ട്. ഓക്കെ, ഇവിടെ ഇപ്പം നമ്മൾ നേരത്തെ റെക്കോർഡ് ചെയ്ത ഫയൽസ് അത് കാണുന്നത് ഇതാണ്, നേരത്തെ റെക്കോർഡ് ചെയ്ത ഫയൽസ് ആണ്. അപ്പോൾ ഇവിടെ ഈ ഫോൾഡറിൽ ടച്ച് ചെയ്തിട്ടാണ് നമ്മൾ റെക്കോർഡഡ് ഫയൽസ് നമുക്ക് കിട്ടുക. നോക്കാം അത് കറക്റ്റ് ആണോ എന്ന്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ആദ്യം തന്നെ ചെയ്യുന്നത് ഏതെങ്കിലും ഒരു റൂമിലേക്ക് കയറുകയാണ്. നമുക്ക് ഒരു നല്ലൊരു മ്യൂസിക് റൂമിൽ കയറാം. ഇതാണ് ഫോറിനേഴ്സിൻ്റെ നല്ലൊരു മെഡിറ്റേഷൻ മ്യൂസിക് റൂമാണ്. ഈ റൂമിൽ കയറി നമ്മൾ റെക്കോർഡ് ചെയ്യുകയാണ്. റെക്കോർഡ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ നോക്കുക ഇത് എവിടെയാണ് റെക്കോർഡിംഗ് ഓപ്ഷൻ ഉള്ളത്. ഏറ്റവും താഴെയായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇതാ ഇവിടെ ഈ ഒരു റെഡ് ബട്ടൺ, ഇതാണ് റെക്കോർഡിങ്ങിൻ്റെത്. അതിനു മുമ്പേ ഞാനൊരു മ്യൂട്ട് ഓപ്ഷൻ കൂടി നിങ്ങൾക്ക് പറഞ്ഞു തരാം. മ്യൂട്ട് ഓപ്ഷൻ നമുക്ക് സാധാരണഗതിയിൽ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ സൗണ്ട് മ്യൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. അതായത് നമുക്ക് സൗണ്ട് കുറക്കാനേ പറ്റുമായിരുന്നുള്ളൂ സാധാരണ ക്ലബ് ഹൗസിൽ. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? സൗണ്ട് മ്യൂട്ട് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ് സൗണ്ട് മ്യൂട്ട് ചെയ്യാൻ പറ്റുക? നോക്കുക, ഇവിടെ ഈ ഒരു മൈക്കിൻ്റെ ഐക്കൺ ആ ഒരു ഇത് കണ്ടല്ലോ, അതായത് നമ്മുടെ ഒരു പുറത്തേക്കുള്ള സൗണ്ട് പോകുന്നത്. അപ്പോൾ അതിൽ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ സൗണ്ട് പോയി. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് വീണ്ടും ആ സൗണ്ട് കേൾക്കണം എന്ന് തോന്നിയാൽ ടച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് സൗണ്ട് കേൾക്കാൻ പറ്റും. ഇതാണ് നമ്മളെ മ്യൂട്ടിങ് അൺമ്യൂട്ടിങ് ഓപ്ഷൻസ്. അതായത് നമുക്ക് ഒറിജിനൽ സൗണ്ടിന് ആ ഒരു ലൗഡ് സ്പീക്കറിലുള്ളത് നമുക്ക് മ്യൂട്ട് ചെയ്യാനും അൺമ്യൂട്ട് ചെയ്യാനും പറ്റും. ഇനി നമുക്ക് ഇവിടെ വേറൊരു കാര്യം കൂടി ഞാൻ പരിചയപ്പെടുത്താം. അതായത് ഇവിടെ താഴെ ആൾക്കാർ പോകുന്നതും വരുന്നതും, ഈ റൂമിലേക്ക് വരികയും പോവുകയും ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. അത് കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് 252 മെമ്പേഴ്സാണ് ടോട്ടൽ ഉള്ളത്. ഇപ്പോൾ 251 ആയി, 252, 3 ഇതിങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഏറ്റവും മുകളിലായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് എന്താണ്? 59. ഈ 59 മെമ്പേഴ്സാണ് മോഡറേറ്റേഴ്സായിട്ട് ഈ ഗ്രൂപ്പിലുള്ളത് എന്നാണ് അതിൻ്റെ മീനിങ്. ഇനി ഗ്രൂപ്പിൻ്റെ, അതായത് മീൻസ് ഈ റൂമിൻ്റെ പേര് ഇങ്ങനെ സ്ക്രോൾ ചെയ്തിട്ട് പോകുന്നത് കാണാം. ഇത് ഹോം ബട്ടണാണ്. ഈ ഹോം ബട്ടണിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരെ ഹാൾവേയിലേക്ക് പോകാൻ പറ്റും. അതായത് നമ്മുടെ ഫസ്റ്റ് പേജിലേക്ക് എത്താൻ പറ്റും. ഓക്കെ, അപ്പോൾ റെക്കോർഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് പഠിപ്പിക്കാൻ വേണ്ടി പോകുന്നത്. ഇതാ ഈ റെഡ് ബട്ടണിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. ഈ സൗണ്ട് നമ്മൾ റെക്കോർഡ് ചെയ്യുകയാണ്. അപ്പോൾ ഈ സൗണ്ട് നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ പറയുന്നതും
റെക്കോർഡ് ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. സാധാരണഗതിയിൽ റെക്കോർഡിങ് പുറത്തുള്ള സൗണ്ടും കൂടി ഡിസ്റ്റർബൻസ് ആയിട്ട് വരുന്നുണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഏകദേശം 32 സെക്കൻഡോളം റെക്കോർഡ് ചെയ്തു. അപ്പോൾ ഞാൻ റെക്കോർഡ് സ്റ്റോപ്പ് ചെയ്യുകയാണ്. എന്നിട്ട് നമ്മൾ സൗണ്ട് മ്യൂട്ട് ചെയ്തിട്ട് നേരെ ഈ ഹോമിൽ ടച്ച് ചെയ്തിട്ട് ഹാൾവേയിലേക്ക് പോവുകയാണ്. ഹോമിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ക്ലബിൻ്റെ ഹോമിലേക്കാണ് പോവുക. ഇതിപ്പോൾ നമുക്ക് ഫോളോ ചെയ്യണമെങ്കിൽ ആ ക്ലബിൻ്റെ ഹോം ബട്ടൺ ആയതുകൊണ്ടാണത്. സാധാരണഗതിയിൽ നമ്മുടെ ഹോം ബട്ടൺ ആണ് എങ്കിൽ നമുക്ക് നമ്മുടെ ഹാൾവേയിലേക്ക് എത്താൻ പറ്റും. ഇവിടെ എറോയിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാക്ക് എടുക്കാൻ പറ്റും. ഇനി അതെടുത്തതിന് ശേഷം നമ്മുടെ പ്രൊഫൈലിൽ ടച്ച് ചെയ്യുക. പ്രൊഫൈലിൽ ടച്ച് ചെയ്തിട്ട് നമ്മളിപ്പോൾ തൊട്ട് ഏറ്റവും അവസാനം റെക്കോർഡ് ചെയ്തത് അതാണ് നോക്കുക. ഇനി നമ്മൾ അത് ഏതെങ്കിലും ഒരു ആപ്പ് വഴി പ്ലേ ചെയ്യുകയാണ്. ഉദാഹരണത്തിന് ഞാനിപ്പോൾ ഈ ഒരു ആപ്പ് വഴി പ്ലേ ചെയ്യും. വളരെ അത്ഭുതമായിരിക്കുന്നു അല്ലേ? എന്താണ്, ഞാൻ പറയുന്ന സൗണ്ട് ഒട്ടുമില്ലാതെയാണ് റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. എന്തുമാത്രമാണ്? മ്യൂസിക് മാത്രമാണ്. അത് വളരെ മനോഹരമായൊരു ഫീച്ചറാണ് ക്ലബ് റെക്കോർഡിൻ്റെത്. ഓക്കെ, അപ്പോൾ നമുക്ക് തിരിച്ചു പോകാം. തിരിച്ച് പ്രൊഫൈലിലേക്ക് നമുക്ക് പോയി അതിനുശേഷം നമുക്ക് ഹാൾവേയിലേക്ക് ഒന്നും കൂടി പോകാം. ഇവിടെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ ആരാണ് സംസാരിക്കുന്നത് അയാളുടെ ചുറ്റും ആയിട്ട് ഒരു സിമ്പൽ നമുക്ക് കാണാൻ പറ്റും. ആ സിമ്പലിൻ്റെ കളറ് നേരത്തെ ഉണ്ടായിരുന്നതിൽ നിന്ന് ചേഞ്ച് ചെയ്തിട്ടാണ് ഉള്ളത്. അപ്പോൾ അത് കുറച്ചും കൂടി വ്യക്തമാകുന്നതിന് വേണ്ടിയിട്ടാണ് ആ രീതിയിൽ ചെയ്തിട്ടുള്ളത്. ഉദാഹരണത്തിന് സൗണ്ട് വരുന്ന സമയത്ത് മാത്രമേ അത് കാണാൻ പറ്റും. അൺമ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് കാണാൻ പറ്റും. ഇതാണ് സംസാരിക്കുന്ന ആളെ നമുക്ക് കാണാൻ പറ്റും. രാജ് സ്പീക്കിംഗ്. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് മ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് കാണാൻ പറ്റില്ല. കാരണം ആരും സംസാരിക്കുന്നില്ല. കാരണം സൗണ്ട് ബേസ്ഡ് ആയിട്ടാണ് ഇത് സെൻസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഇവിടെ സ്പീക്കേഴ്സിൻ്റെ എണ്ണം നോക്കുക. അത് മോഡറേറ്റേഴ്സിന് ആണ് ഈ ഒരു ഗ്രീൻ കളർ ഉണ്ടാവുക. ഇനി അതിൽ സ്പീക്കേഴ്സിൻ്റെ എണ്ണം ഒരു വരിയിൽ 3 പേരാണ്. എന്നാൽ നോക്കുക താഴെ ഫോളോഡ് ബൈ ദ സ്പീക്കേഴ്സ്, അത് ഒരു വരിയിൽ 4 പേരാണ്. ഈ രീതിയിലാണ്. എന്നാൽ അതേഴ്സ് എന്ന് പറയുമ്പോൾ ഈ ഫോളോഡ് ബൈ ദ സ്പീക്കേഴ്സ് അല്ലാത്ത ആൾക്കാർ, മറ്റുള്ളവർ. അപ്പോൾ ടോട്ടൽ 312 ആൾക്കാർ. അതുപോലെ മുകളിൽ സ്പീക്കേഴ്സ് 26 പേര്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു സെറ്റപ്പ്. ഇനി നമുക്ക് സെർച്ച് ഓപ്ഷൻ ഉണ്ട്. സെർച്ച് ഓപ്ഷനിൽ നമുക്ക് ആൾക്കാരെയും സെർച്ച് ചെയ്യാൻ പറ്റും, ക്ലബ്ബുകളെയും സെർച്ച് ചെയ്യാൻ പറ്റും. ഉദാഹരണത്തിന് ഞാനിവിടെ ഒരു ക്ലബ്ബ് സെർച്ച് ചെയ്യുകയാണ്, M3DB. അപ്പോൾ M3DB എന്ന ക്ലബ്ബ് നമുക്കിവിടെ കിട്ടി. ക്ലബ്ബ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കതിനെ ഫോളോ ചെയ്യാം. ആ ഫോളോയിൽ പോയി അതുപോലെ ഇവിടെ നമുക്ക് m3db.com ഈ ലിങ്ക് ക്ലിക്കബിൾ ലിങ്കാണ്. ഈ ഒരു ആപ്പിൽ ഉള്ളൊരു പ്രത്യേകത. മറ്റേ ആപ്പിലാണെങ്കിൽ, അതായത് ഒറിജിനൽ ആ ഒരു ലേഡിയുടെ ചിത്രമുള്ള ആപ്പിലാണെങ്കിൽ നമുക്ക് ക്ലിക്ക് ചെയ്തിട്ട് നേരിട്ട് പോകാൻ പറ്റില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. ഇത് മികച്ച ഒരു വെബ്സൈറ്റും കൂടിയാണ് ക്ലബ് M3DB എന്നത്. മലയാള സിനിമയുമായോ അതിലെ ഗാനങ്ങളുമായോ എന്തെങ്കിലും തരത്തിൽ നിങ്ങളോ പരിചയക്കാരോ ബന്ധപ്പെട്ടിരിക്കുന്നെങ്കിൽ ആ വിവരങ്ങൾ M3DB ക്ലബിൽ അറിയിക്കേണ്ടതായിട്ടുണ്ട്. അവരൊരു മികച്ച ഡാറ്റാബേസ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ്. എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുള്ള ഇതൊരു നോൺ മോണിറ്ററി ആയിട്ടുള്ള, അതായത് യാതൊരു നോൺ പ്രോഫിറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു കൂട്ടം ആൾക്കാരുടെ എഫേർട്ടാണ്. അതിനെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണമെന്നും കൂടി ഞാൻ ഇതിൻ്റെ കൂടെ അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ M3DB എന്ന ഫേസ്ബുക്ക് കൂട്ടായ്മയും ഉണ്ട്. അതിലും എല്ലാവരും ജോയിൻ ചെയ്യുകയും ഫോളോ ചെയ്യുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. M3DB എന്നത് മലയാളം മൂവീസ് ആൻഡ് മ്യൂസിക്
റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഡാറ്റാബേസാണ്. അത് ഏറ്റവും മികച്ചതും ഇന്ന് ലഭ്യമായിട്ടുള്ളതിൽ ഏകദേശം ഏറ്റവും വലുതും എന്ന് തന്നെ പറയേണ്ടി വരും. അങ്ങനെയുള്ളൊരു ഡാറ്റാബേസാണ്. എല്ലാവരും അതിനെ സപ്പോർട്ട് ചെയ്യുക, ഫോളോ ചെയ്യുക. ഇനി ഇവിടെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഷെയർ ക്ലബ് ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ റിവ്യൂ ക്ലബ് റൂൾസൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇതാണ് M3DB എന്ന ക്ലബിൻ്റെ റൂൾസ്. ഓക്കെ, എല്ലാവരും അത് വായിച്ച് നോക്കുക. ഇനി മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഡീആക്ടിവേറ്റ് അക്കൗണ്ട് എന്ന ഓപ്ഷൻ, ലോഗൗട്ട് എന്ന ഓപ്ഷൻ, എബൌട്ട് എന്ന ഓപ്ഷൻ, അത് ക്ലബ് റെക്കോർഡിനെ കുറിച്ച് പറയുകയാണ്, അവരുടെ പ്രൈവസി പോളിസിയൊക്കെ പറയുകയാണ്. ഓക്കെ, പിന്നീട് മറ്റൊരു മികച്ച ഓപ്ഷൻ നമുക്ക് കിട്ടുന്നത് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്നതാണ്. കസ്റ്റമൈസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഡാർക്ക് തീം വേണമെങ്കിൽ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ സ്ക്രോൾ ടു ദ ടോപ്പ് ബട്ടൺ, ഇത് നമ്മൾ വെച്ച് കഴിഞ്ഞാലുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും താഴെ നമ്മൾ ഹാൾവേയിലേക്ക് പോയി കഴിഞ്ഞാൽ ഏറ്റവും ലെഫ്റ്റിൽ ഒരു എറോ കീ ഉണ്ടാവും. അതിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും മുകളിലേക്ക് എത്താൻ പറ്റും. അതുപോലെ തന്നെ അടുത്തതാണ് സ്ക്രോൾ ദെൻ ഓട്ടോ റിഫ്രഷ് എവരി 30 seconds, ഷോ സ്പീക്കറെ കാണണോ എന്നുള്ളത്, ഷോ ജോയിൻഡ് യൂസർ ജോയിൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഷോ യൂസർ നെയിം ഇൻ ദ റൂമിൽ നമുക്ക് യൂസർ നെയിമും കാണാൻ പറ്റും ഒരുമിച്ച്, പേര് മാത്രമല്ല. അത് ഓപ്ഷൻ അൺചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റില്ല. ഇതിപ്പോൾ ഡാർക്ക് തീമിലേക്ക് നമ്മൾ മാറ്റിയിട്ടാണ്. എങ്ങനെയാണെന്ന് മാറുന്നത് നോക്കാം. ഇതാണ് ക്ലബ് ഹൗസിൻ്റെ ഡാർക്ക് മോഡിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. നോക്കുക, വളരെ മനോഹരമായിരിക്കുന്നു അല്ലേ? അപ്പോൾ ഇത്തരം മികച്ച ഒരു ഓപ്ഷനുള്ള ഒരു ആപ്പ് നമുക്ക് ഈ അടുത്തൊന്നും ഇതിനൊരു പകരക്കാരനായിട്ട് വേറെ ആരും വന്നതായിട്ട് കണ്ടിട്ടില്ല. അപ്പോൾ ഈ ഒരു ആപ്പ് ഉപയോഗിക്കുന്നതിലൂടെ നിങ്ങൾക്ക് മികച്ച ഒരു സർവീസ് ലഭിക്കുന്നതായിരിക്കും. നമുക്ക് ആൾക്കാരെ ഇതിലേക്ക് ഇൻവൈറ്റ് ചെയ്യാൻ പറ്റും. അത് നമുക്ക് ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഇതുവഴി പിങ് ചെയ്യാൻ പറ്റും. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ഒരു ടോപ്പിലേക്ക് പോകുന്നതിനുള്ള ഐക്കൺ, അതായത് ആ ഒരു ബട്ടൺ. ഇത് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും മുകളിലേക്ക് ഒറ്റയടിക്ക് പെട്ടെന്ന് എത്താൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഈ ഒരു ബട്ടൺ യൂസ് ചെയ്യുന്നില്ല എങ്കിൽ നമുക്ക് മുകളിലേക്കും താഴേക്കും സ്ക്രോൾ ചെയ്യുന്നതിനുള്ള ഒരു ബട്ടൺ പകരമായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ആ ഓപ്ഷനും അതിലുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഈ സെർച്ച് എന്ന ആ ഒരു സിമ്പൽ ഉപയോഗിച്ചുകൊണ്ട് സെർച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ആൾക്കാരെയും ക്ലബ്ബുകളും സെർച്ച് ചെയ്യാം. എന്നാൽ സെർച്ച് റൂംസ് എന്നുള്ളിടത്ത് ടച്ച് ചെയ്തിട്ട് സെർച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു സബ്ജക്റ്റ്, ആ പേരുള്ള റൂം നമുക്ക് സെർച്ച് ചെയ്യാൻ പറ്റും. ഉദാഹരണത്തിന് കവിത എന്ന പേരുള്ള, അപ്പോൾ ആ ഒരു റൂമിലേക്ക് നമുക്ക് അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. സെർച്ച് രണ്ട് രീതിയിൽ സെർച്ച് ചെയ്യാം. റൂമിലും നമുക്ക് സെർച്ച് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ ക്ലബിലും സെർച്ച് ചെയ്യാം, ആൾക്കാരെ സെർച്ച് ചെയ്യാം, റൂമിൻ്റെ പേര് സെർച്ച് ചെയ്യാം. ഇതൊക്കെ ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഓക്കെ, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എങ്കിൽ തീർച്ചയായും നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്കായി ഷെയർ ചെയ്യുകയും ചെയ്യുക. ഓക്കെ, താങ്ക്